അപ്പൊ പണത്തിന് ആവശ്യം നമുക്ക് എപ്പോൾ ഉണ്ടാകും, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോഴൊക്കെ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ വേണം നമ്മുടെ നിക്ഷേപം നാം സൂക്ഷിക്കാൻ. എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാൻ കഴിവുള്ള ഒന്നാണ് സ്വർണം. അപ്പൊ ആ കുതിപ്പിന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കുതിക്കുന്നു? മറ്റൊരു സോഴ്സും ഡിപ്പെൻഡബിൾ അല്ല, വിശ്വസനീയമല്ല. ഓൾറെഡി അമേരിക്ക ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിലയിൽ വർധനവുണ്ട്. അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തില് 1 ലക്ഷം എന്ന മാജിക് സംഖ്യയിലേക്കുള്ള കുതിപ്പിന് താൽക്കാലിക വിരാമമിട്ടിരിക്കുകയാണ് സ്വർണ്ണവില. സ്വർണ്ണവില ഒട്ടും വൈകാതെ തന്നെ 1 ലക്ഷം രൂപ കടക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരാഴ്ചയായി വില താഴേക്കാണ്. ഈ മാസം 17-നായിരുന്നു സ്വർണം എക്കാലത്തെയും ഉയർന്ന വിലയായ 97,360 രൂപയിൽ എത്തിയത്. പിന്നീട് വിപണി ചാഞ്ചാടുന്നതാണ് നമ്മൾ കണ്ടത്. വില ഇനിയും കുത്തനെ കുറയുമോ? സ്വർണ്ണവില ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മാഡമാണ് ഉള്ളത്. മാഡത്തിലേക്ക് പോകുന്നതിന് മുൻപ് അടുത്ത ദിവസം US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പണനയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനു മുൻപാണ് ഈ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. ഈ പണനയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വർണ്ണവില കുത്തനെ കൂടാനും സാധ്യതയുണ്ട്. പ്രേക്ഷകർക്ക് ഇക്കാര്യം ഒന്ന് അറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. മേരി ജോർജ് മാഡം, ചില കയറ്റി ഇറക്കങ്ങൾ ഉണ്ടെങ്കിലും രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില ഇടിയുന്ന പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷമാണ് കഴിഞ്ഞയാഴ്ച സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത്. കേരളത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 24-ന് പവന് 91,200 രൂപയിലേക്ക് വില ഇടിഞ്ഞിരുന്നു. ഒക്ടോബർ 17-ന് പവന് 97,360 രൂപയിൽ എത്തിയതാണ് ഈ വിലയിലെ സർവകാല റെക്കോർഡ്. വില കുത്തനെ ഉയർന്ന ശേഷം പിന്നീട് കുറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? നാം ജീവിക്കുന്ന ഈ ലോകത്ത് സമ്പാദ്യം സൂക്ഷിക്കുവാൻ വിവിധ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ സമ്പാദ്യത്തെ എളുപ്പം പണമാക്കി മാറ്റുക. പണം എന്ന് പറഞ്ഞാൽ നാം എന്ത് ഉൽപ്പന്നം വാങ്ങുമ്പോഴും എന്ത് സേവനം വാങ്ങുമ്പോഴും അതിന് മീഡിയമായിട്ട്, അതിന് പകരമായിട്ട് കൊടുക്കേണ്ടതാണ് പണം. അപ്പൊ പണത്തിന് ആവശ്യം നമുക്ക് എപ്പോൾ ഉണ്ടാകും, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോഴൊക്കെ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ വേണം നമ്മുടെ നിക്ഷേപം നാം സൂക്ഷിക്കാൻ. അങ്ങനെ വരുമ്പോൾ പണമാക്കി മാറ്റാവുന്ന പലതരം നിക്ഷേപങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സ്വർണം, മറ്റൊന്നാണ് ഓഹരികൾ, ഇനി മൂന്നാമത് ഒന്നാണ് വിദേശ കറൻസികൾ, അതിലും പ്രത്യേകിച്ച് ഡോളർ കറൻസി. പിന്നെയും ഉണ്ട് നമുക്ക് ഭൂമിയായിട്ട് നമ്മുടെ നിക്ഷേപം സൂക്ഷിക്കാം, സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ട് നമ്മുടെ നിക്ഷേപം സൂക്ഷിക്കാം. പക്ഷെ എങ്ങനെ സൂക്ഷിച്ചാലാണ് ആ നിക്ഷേപത്തെ പെട്ടെന്ന് നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു? നമ്മൾ ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകണം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് നമുക്ക് മരുന്ന് വാങ്ങണം, അതിനൊക്കെ പൈസയ്ക്ക് ചിലവുണ്ട്, പൈസ വേണം. കയ്യിൽ പൈസയില്ല, പക്ഷെ കയ്യിലിരിക്കുന്നത് ഭൂമിയാണ്. ഭൂമി വിറ്റ് ചികിത്സ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ട് എന്ന് വെച്ചോളൂ. ആ സ്വർണം പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് നമുക്ക് ആവശ്യമുള്ള പണം എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ പണമാക്കി മാറ്റുക, നമ്മുടെ നിക്ഷേപത്തെ പണമാക്കി മാറ്റുക. അതേ സമയത്ത് വരുമാനം ഉണ്ടാകണം. അപ്പൊ പണം ആക്കി, അതായത് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഓഹരി വിപണിയിലാണ് നമ്മുടെ നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിൽ ഓഹരിയിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാം. നന്നായിട്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ലാഭം തന്നെ ഓഹരി വിപണിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം വില താഴേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അധികം താഴുന്നതിന് മുൻപേ നമുക്ക് അത് വിറ്റൊഴിവാക്കാം. ഇനി വേറെ ഒന്ന്, ഇപ്പൊ നമുക്ക് അമേരിക്കൻ ഡോളറോ പൗണ്ട് സ്റ്റേർലിങ്ങോ അങ്ങനെ ഏതെങ്കിലും കറൻസിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ എല്ലാവരും എപ്പോഴും സ്വീകരിക്കുന്ന ഒരു കറൻസിയാണ് അമേരിക്കൻ ഡോളർ. അപ്പൊ അമേരിക്കൻ ഡോളറിലാണ് നമ്മൾ നമ്മുടെ നിക്ഷേപം വെച്ചിരിക്കുന്നത് എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യത്തിന് അത് പണമാക്കി ഉപയോഗിക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാൻ കഴിവുള്ള ഒന്നാണ് സ്വർണം. അത് മാത്രവുമല്ല, സ്വർണത്തിന്റെ വില താഴേക്ക് പതുക്കെ കുറച്ച് താൽക്കാലികമായിട്ട് താഴേക്ക് പോയേക്കാം, പക്ഷേ അതിന്റെ സൂചിക നോക്കുമ്പോൾ എപ്പോഴും മുകളിലേക്ക് തന്നെ പോകും. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് തന്നെ സ്വർണത്തിന്റെ വില ചരിത്രത്തിലേക്ക് പതുക്കെ നോക്കാം. അതായത് 1925
സ്വർണം 1 ഗ്രാമിന്റെ വില 1 രൂപ 72 പൈസയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പവന്റെ വില എന്ന് പറയുന്നത് 13 രൂപ 76 പൈസ. ആ സ്വർണത്തിന്റെ, അതായത് 1925 13 രൂപ 76 പൈസ ഉണ്ടായിരുന്ന സ്വർണം 1972 ആകുമ്പോഴേക്കും ഒരു പവന് 60 രൂപയായിട്ട് വർദ്ധിക്കുന്നു. പതുക്കെയാണ്, അത്ര പെട്ടെന്ന് എന്ന് നമുക്ക് പറയാനൊക്കില്ല. ഒരു പവന്റെ വില 60 രൂപയായിട്ട് വർദ്ധിക്കുന്നു 1972 ആകുമ്പോഴേക്കും. 1988 1600 രൂപയായിരുന്നു കേട്ടോ, 1988. അതാണ് 98 ആയപ്പോഴേക്കും 3200 രൂപയായിട്ട് വർദ്ധിക്കുന്നത്. 2004 പവന് 4400 രൂപ. 2014 പവന് 21,000 രൂപ. അങ്ങനെ വില പതുക്കെ പതുക്കെ ഉയർന്ന് 2020 ആയപ്പോഴേക്കും, അതായത് നമ്മുടെ കോവിഡ് കാലം ആയപ്പോഴത്തേക്കും പവന് 37,000 രൂപ. ശരിക്കും 2020 കോവിഡ് കാലം അല്ല, COVID-19 എന്നാ പറയുക. അതായത് ശരിക്ക് സ്വർണത്തിന്റെ വില ഈ പറഞ്ഞ 21,000 നിന്ന് 37,000 ഉയരുന്നത് എപ്പോഴാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് റഷ്യ യുക്രൈൻ്റെ മേൽ ബോംബാക്രമണം നടത്തിയ ആ കാലഘട്ടത്തിൽ, അതായത് വലിയ പശ്ചിമേഷ്യയിലെ അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥ, യുദ്ധ സാഹചര്യം അത് ഉടലെടുത്തു. ഇനി എന്തും സംഭവിക്കാം, കാരണം റഷ്യയാണ് യുക്രൈനിലെ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക? ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ വരുമോ എന്നൊക്കെയുള്ള സംശയം വന്നപ്പോഴേക്കും ഓഹരി വിപണിയിലേക്കുള്ള ഒഴുക്ക് നിന്നു. ഡോളറിലേക്കും ഉള്ള ഒഴുക്ക് കാര്യമായിട്ട് നടന്നില്ല. പകരം ഉള്ള പണം മുഴുവനും സ്വർണത്തിലേക്ക് കുതിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 21,000 നിന്ന് 2020 ആയപ്പോഴേക്കും 37,000 സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നത്. അപ്പൊ സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ചാഞ്ചാട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുവരെ നമുക്ക് ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ 1972 സ്വർണത്തിന്റെ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഓയിൽ പ്രൈസസിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായി. ഓയിൽ പ്രൈസസിൽ ചാഞ്ചാട്ടം ഉണ്ടായപ്പോൾ സ്വർണത്തിന്റെ വിലയിലും ചാഞ്ചാട്ടം ഉണ്ടായി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നാല് ഒറ്റ അടിക്ക് ഒരു കുതിപ്പല്ല, പക്ഷെ എപ്പോഴും സ്വർണത്തിന്റെ വില മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ 13.5 രൂപ 1925 13 രൂപ 76 പൈസയിൽ നിന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വിലയിലേക്ക്. ഈ വില എന്ന് പറഞ്ഞാൽ ഏത് വിലയാണ്? അതായത് ഇവിടെ തന്നെ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട്. 2025 ഒക്ടോബർ 22 ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും ഉയർന്ന വില എത്രയായിരുന്നു? അത് 97,360 രൂപ ഒരു പവന്റെ വിലയായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ അത് തൊട്ട് താഴേക്ക് 95,000 എത്തുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് സ്വർണത്തിന്റെ വില. അത് കഴിഞ്ഞ് പതുക്കെ കയറുന്നു, പിന്നെ ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു, പിന്നെ ഇറങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ചാഞ്ചാട്ടത്തിന്റെ രീതിയാണ് നമ്മൾ അതിനുശേഷം 2020 ഒക്ടോബർ 22 ശേഷം പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഒരു ചെറിയ തോതിൽ ഇങ്ങനെ വിലകൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതായത് ഈ ചരിത്രത്തിലെ വിലയുടെ മുന്നേറ്റം, കുതിപ്പ് നമ്മൾ കണ്ടു. അപ്പൊ ആ കുതിപ്പിന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കുതിക്കുന്നു? മറ്റൊരു സോഴ്സും ഡിപ്പെൻഡബിൾ അല്ല, വിശ്വസനീയമല്ല എന്ന് വരുമ്പോൾ, അതായത് ഓഹരി വിപണിയിലേക്ക് നോക്കൂ. ഈ പറയപ്പെട്ട ഈ 97,360 രൂപ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വില, ആ ദിവസമൊക്കെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ നെഗറ്റീവാണ്. അതായത് അവിടെയൊക്കെ വലിയ ചാഞ്ചാട്ടം, വലിയ താഴോട്ട് പോക്ക്, വിൽപ്പന സമ്മർദ്ദം, കരടികൾ ആ ദിവസങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് കരടിയുടെ പിടിയിലാകുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ അമേരിക്കൻ ഡോളറിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടും ചാഞ്ചാട്ടം പെട്ടെന്ന് പണമാക്കി മാറ്റത്തക്ക രീതിയിൽ, നമ്മുടെ കറൻസിയാക്കി മാറ്റത്തക്ക രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വർണം, ഓഹരി വിപണി, ഡോളർ. ഈ 3 എടുക്കുക. ബാക്കി ഒരുപാട് സോഴ്സസ് ഉണ്ട്, ഒരുപാട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് 3 ഏറ്റവും പെട്ടെന്ന് നമുക്ക് പണമാക്കി നമ്മുടെ കറൻസിയാക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പൊ അന്ന് ഈ പറയപ്പെട്ട ഈ ഒക്ടോബർ 22 ഈ 97,563 രൂപ വന്നു എന്ന് പറയുന്ന ദിവസം എന്തായിരുന്നു മാർക്കറ്റിലെ ആഗോള സമ്പദ്ഘടനയിലെ പ്രശ്നങ്ങൾ? അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു? സ്റ്റോക്ക് മാർക്കറ്റ് വെറുതെ ഇടിയില്ല.
വ്യാപാര യുദ്ധം, അതായത് ട്രംപിന്റെ വ്യാപാര തീരുമാനങ്ങൾ, ആ സമയമായപ്പോഴേക്കാണ് ട്രംപ് പറയുന്നത് ചൈനയ്ക്ക് മേൽ 500% താരിഫ് ഏർപ്പെടുത്തും. അതായത് ചൈന മറ്റ് റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ, ഇന്ത്യയെ പോലെ തന്നെ ചൈനയും റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ കുറയ്ക്കണം. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ധാരാളമായിട്ട് ഓയില്, കൽക്കരി മുതലായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അപ്പൊ ഈ വാങ്ങല് കുറയ്ക്കണം. അതുപോലെ അമേരിക്കയിൽ നിന്ന് ചൈന കൂടുതൽ ഇലക്ട്രോണിക് അതായത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള പദാർത്ഥം, അതായത് റോ മെറ്റീരിയൽ അമേരിക്കയ്ക്ക് കൂടുതലായിട്ട് കൊടുക്കണം. ഈ തരത്തിലുള്ള കണ്ടീഷൻസ് വന്നു. ഈ കണ്ടീഷൻസ് ഒന്നും സമ്മതിക്കാതെ വന്നപ്പോഴാണ് ട്രംപ് 500% തീരുവ ചൈനയുടെ മേൽ ചുമത്തും എന്ന് പറയുന്നത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സാധ്യതയും യുദ്ധപിരിമുറുക്കങ്ങൾ ഉയരുന്നതും സ്വർണത്തിന് ഇനിയും വില ഉയർന്നേക്കാം എന്നതിന്റെ സൂചനകൾ ഉണ്ടെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ വില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ടോ? 1,00,000 കടക്കുമോ? ട്രംപ് വന്ന സമയം മുതൽ പലിശ നിരക്കില് 0.5% മുതൽ 1% വരെ കുറവ് കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ജെറോം പവൽ, ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന്റെ ചെയർമാൻ, അത് അനുകൂലിച്ചില്ല. അനുകൂലിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഓൾറെഡി അമേരിക്ക ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിലയിൽ വർധനവുണ്ട്. അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണ് എന്ന് വെച്ചാൽ കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേനും കൂടുതൽ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാതിരുന്നത്. പക്ഷേ ട്രംപ് മറിച്ചാണ് വിചാരിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ വ്യാവസായികമായി ഒരുപാട് വായ്പകൾ എടുക്കപ്പെടും. അവയൊക്കെ ഉൽപാദന മേഖലകളിലേക്കൊക്കെ ചെല്ലും. അങ്ങനെ അമേരിക്കൻ ഇക്കോണമിയിൽ ഒരു കുതിപ്പുണ്ടാകും, ഒരു വളർച്ചയുടെ ഒരു ഇത് ഉണ്ടാകുമെന്നാണ് ട്രംപ് ആഗ്രഹിച്ചത്. അങ്ങനെ ട്രംപ് പറഞ്ഞത് എത്ര ആവശ്യപ്പെട്ടിട്ടും ജെറോം പവൽ അംഗീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്ന ആൾക്കാരെ ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, ഇന്ത്യയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി പോലെ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റിയിൽപ്പെട്ടവരുടെ നിർബന്ധം, അതിനകത്ത് ജെറോം പവലും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യം അനുസരിച്ച് ആണ് 0.5% ഇളവാണ് ആദ്യം കൊണ്ടുവന്നത്. ആ 0.5% ഇളവ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഓഹരി വിപണിയിലും ഒക്കെ മാറ്റമുണ്ടായി, സ്വർണത്തിന്റെ വിലയിൽ കയറ്റമുണ്ടായി. പക്ഷെ ഇനിയും ഈ വർഷം 0.5% കൂടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചേക്കാം എന്നാണ് ജെറോം പവൽ പറഞ്ഞിട്ടുള്ളത്. കാരണം കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാൽ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വളരെ രൂക്ഷമാകും. അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സാവകാശം 0.5% കൂടി കുറച്ചേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 0.5% കൂടി കുറയ്ക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ട്രഷറി സേവിംഗ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും കുറയും, ലോൺ റേറ്റ് കുറയുന്നതനുസരിച്ച് ഡെപ്പോസിറ്റ് റേറ്റും കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറയുമല്ലോ, ഡെപ്പോസിറ്റ് റേറ്റ് കുറയും. ലോൺ റേറ്റ് കുറയുമ്പോൾ ഡെപ്പോസിറ്റ് റേറ്റും കുറയും. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അമേരിക്കൻ ഡോളറിലേക്കുള്ള പോക്ക് കുറയും. അപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ വില ഉയരാൻ തന്നെ സാധ്യതയുണ്ട്. അതായത് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനിയും കുറയുന്നു എങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കുറയും. അപ്പോൾ തീർച്ചയായും സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പോൾ സ്വർണം 1,00,000 കടന്നു പോയേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അതായത് ഇപ്പോ റഷ്യയുടെ മേൽ ഉപരോധമൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ പശ്ചിമേഷ്യ പൂർണ്ണ ശാന്തതയിലേക്ക് നീങ്ങുന്നു എന്ന് വച്ചോളൂ. അതുപോലെ ഇപ്പോൾ ചൈനയുമായിട്ടും ഇന്ത്യയായിട്ടും വ്യാപാര സംസാരങ്ങൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസ്കഷൻസ് ഒക്കെ ഫ്രക്ടിഫൈ ചെയ്യും എന്നാണ് നാം വിശ്വസിക്കുന്നത്. ചൈന തീർച്ചയായിട്ടും കുറച്ചും കൂടി ഇളവ് കാണിക്കും. അപ്പോ ട്രംപും താഴും. അതുപോലെ ഇന്ത്യയുടെ ഇപ്പോ അവിടെ നമ്മുടെ വ്യാപാര കരാറിനുള്ള സംസാരമൊക്കെ നടന്നു കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടീം. അപ്പം അവർ പറയുന്നത് ഒരു 15-16 50% നിൽക്കുന്ന തീരുവകളൊക്കെ ഒരു 15-16% എത്തിയേക്കാം എന്നാണ്. അതൊരു 20% വരെയെങ്കിലും, അതായത് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ 50% തീരുവ ചുമത്തിയിരിക്കുന്നത്
20% താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചൈനയുടെ 500 എന്ന് പറയുന്നത് അതും തീർച്ചയായും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലും ഇപ്പോൾ വലിയ ഉപരോധവും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടും റഷ്യയുടെ GDP ഒക്കെ വളരെ താഴ്ന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ റഷ്യ ആയുധം വെച്ചൊഴിഞ്ഞേക്കാം. അതായത് യുക്രൈനിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായേക്കാം. അങ്ങനെ വരുന്ന പക്ഷം സ്റ്റോക്ക് മാർക്കറ്റ് ശക്തമാകും. സ്റ്റോക്ക് മാർക്കറ്റ് ശക്തമാകുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാലും സ്വർണത്തിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ലോക നിക്ഷേപം എന്ന് പറയുന്ന വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റുകളുടെയും നിക്ഷേപം അത് സ്വർണത്തിലേക്ക് പോകണമെന്നില്ല. കൂടുതലായിട്ടും ഓഹരി വിപണിയിലേക്ക് പോയേക്കാം. അങ്ങനെ ഓഹരി വിപണി ഉണർവ് പ്രാപിക്കുന്നുവെങ്കിൽ ഓഹരി വിപണിയിലാകും കയറ്റിറക്കങ്ങൾക്ക് കൂടുതൽ സാധ്യത. സ്വർണത്തിന്റെ വിലയെയും സ്വാധീനിക്കും. എങ്കിലും നാം പ്രതീക്ഷിക്കുന്നത് പോലെ സ്വർണത്തിന്റെ വില ലക്ഷം കഴിഞ്ഞ് മുകളിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല. അപ്പൊ സമാധാന അന്തരീക്ഷം വന്നാൽ സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് തന്നെ വരും. അതുപോലെ വ്യാപാര അന്തരീക്ഷം മെച്ചപ്പെട്ടാൽ അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആകും. അതോടെ സ്വർണത്തിന്റെ വിലയിലെ കുതിപ്പ് നിൽക്കുമെന്ന് മാത്രമല്ല, സ്വർണത്തിന്റെ വില താഴാൻ തുടങ്ങും. അതൊരു 60,000-ലൊക്കെ വന്ന് നിന്നെന്ന് വരാം. ഈ സ്വർണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ വില മുന്നേറാനാണ് സാധ്യത എന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുകയാണ് എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് ഈ സ്വർണവില കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ? അതായത് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് പ്രധാനമായിട്ടും അവരുടെ കറൻസിയുടെ അന്താരാഷ്ട്ര മൂല്യം കുറയുമ്പോൾ, അന്താരാഷ്ട്ര വാങ്ങൽ ശേഷി, അതായത് ഇപ്പൊ ഇന്ത്യൻ കറൻസിയും അമേരിക്കൻ ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച്, ഇന്ത്യൻ കറൻസിയും പൗണ്ട് സ്റ്റേർലിംഗ് തമ്മിലുള്ള എക്സ്ചേഞ്ച്, ഇന്ത്യൻ കറൻസിയും റഷ്യൻ റൂബിളും തമ്മിലുള്ള എക്സ്ചേഞ്ച്, ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ നമ്മുടെ കറൻസി താഴോട്ട് പോകുമ്പോൾ അതിന്റെ വില ഉയർത്താൻ വേണ്ടി റിസർവ് ബാങ്കുകൾ ഒരുപാട് സ്വർണം, അവരുടെ ശേഖരത്തിലുള്ള സ്വർണം എടുത്ത് പുറത്തു കൊടുക്കും. അത് ഉദാഹരണത്തിന് ഡോളറിന് വേണ്ടി കൊടുക്കും, അല്ലെങ്കിൽ പൗണ്ട് സ്റ്റേർലിങ്ങിന്. ഏത് ഭാഗത്തൊക്കെയാണ് ഇന്ത്യൻ റുപ്പിക്ക് ക്ഷീണം വന്നിരിക്കുന്നത്, ഇന്ത്യൻ റുപ്പിയുടെ ക്ഷീണം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണം പുറത്തെടുക്കും. സ്വർണം കൊടുത്ത് ഡോളർ വാങ്ങും, അല്ലെങ്കിൽ സ്വർണം കൊടുത്ത് പൗണ്ട് സ്റ്റേർലിംഗ് അങ്ങനെ വാങ്ങുന്ന ആവശ്യം. അതായത് അങ്ങനെ ഇന്ത്യൻ കറൻസിയെ, അവനവന്റെ കറൻസിയെ സ്റ്റേബിൾ ആക്കി നിർത്തുക, വില അധികം താഴേക്ക് പോകാതെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടി ആണ് സാധാരണ രീതിയിൽ, അതായത് സ്വർണം സെൻട്രൽ ബാങ്കുകൾ വാങ്ങി വെക്കുന്നത്. നമുക്കറിയാം, സ്വർണം ഓരോ സെൻട്രൽ ബാങ്കും അതത് രാജ്യത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ കറൻസിയുടെ ബാക്കിംഗ് ആയിട്ട്, വെറും പേപ്പർ കറൻസിയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പേപ്പർ കറൻസിയിൽ മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതിന് നല്ല ബാക്കിംഗ് വേണം. അതായത് സ്വർണം തന്നെ ബാക്കിംഗ് വേണം ഒരു പരിധി വരെ. പിന്നെ അത് കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചും. അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ 1935 തുടങ്ങിയപ്പോൾ തന്നെ ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് 200 കോടിയുടെ ബാക്കിംഗ് ആണ് ഉള്ളത്. അതിലെ 112 കോടിയുടെ സ്വർണമാണ് ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കി ഫോറിൻ എക്സ്ചേഞ്ച് ബാക്കിംഗ്. അപ്പൊ അതിനോട് ചേർന്ന് വീണ്ടും ഇന്ത്യ റിസർവ് ബാങ്ക് ഇങ്ങനെ സ്വർണം വാങ്ങി കൂട്ടി ഇപ്പോൾ 850 കോടിയുടെ മുകളിൽ സ്വർണമുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അതുപോലെ ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ളത് ഫെഡറൽ റിസർവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ കറൻസി എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഇങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ചൈനയുടെ കയ്യിലും ധാരാളം സ്വർണമുണ്ട്. അപ്പൊ അങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കറൻസിയെ സ്റ്റേബിൾ ആക്കി നിർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് റിസർവ് ബാങ്ക്, സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. അപ്പൊ ആ കാരണം കൊണ്ട് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന അത്യന്താപേക്ഷിത സമയത്തെ വാങ്ങും. ഇപ്പോൾ ഒരു സെൻട്രൽ ബാങ്കും സ്വർണം വാങ്ങിക്കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. പക്ഷേ അതായത് സ്വർണത്തിന്റെ വിലയിൽ വാങ്ങത്തക്ക രീതിയിൽ താഴ്ചയുണ്ടാവുകയാണ് എങ്കിൽ ഒരു പക്ഷേ സെൻട്രൽ ബാങ്ക് വാങ്ങിയെന്നിരിക്കും. അല്ലാതെ ഇത്രയും ഉയർന്ന് 97,000, 1,00,000 എന്ന രീതിയിലൊക്കെ സ്വർണത്തിന്റെ വില പോകുമ്പോൾ സെൻട്രൽ ബാങ്ക് വാങ്ങാൻ ഒരു സാധ്യതയും ഇല്ല.